രണ്ടവണ ഞാൻ കണ്ടു. ഇവിടെ എന്ത് പോയി പോകത്തുള്ളൂ. അവിടെ പള്ളി ഇപ്പുറത്ത് പറഞ്ഞിട്ടോ ആണോ? ഞാൻ പോവാ. ഹായ് ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട ബ്ലഡി സ്വീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. സോ കുറേ പേര്, ഇഷ്ടം പോലെ പേര് വന്നിട്ട് കമൻറ്റ് സെക്ഷനും നമ്മുടെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ട് നജീബിന് എന്ത് പറ്റി, നജീബിന് വന്നിട്ട് ലാസ്റ്റ് എന്താണ് സംഭവിച്ചത്, നജീബ് ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷ്ടം പോലെ മെസ്സേജും കമൻസും വന്നിട്ട് കുമിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതിലെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഔട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പം ഞാൻ നിൽക്കുന്നു വന്നിട്ട് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഒരു സെറ്റപ്പും കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. എൻ്റെ കേരളത്തിലെ സ്വന്തം വീട്ടിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഇപ്പോൾ വന്നിട്ട് എൻ്റെ സ്വന്തം നാട്ടിലാണ്. അവിടുന്നാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ വരാൻ ഡിലേ ആവുന്നത്. ഇപ്പോൾ ഈ എടുക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോ പോലും എപ്പോൾ വരുമെന്ന് യാതൊരു പിടുത്തമില്ല. ലേറ്റ് ആവുന്നതിന് സോറി. കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം തന്നെ ഉടനെ തന്നെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആയ ഉടനെ എല്ലാം സോൾവ് ആയതിനു ശേഷം കുറേ വലിയ ബിഗ് പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്. എല്ലാം തന്നെ ഹ്യൂജ് വേറെ ലെവൽ കണ്ടന്റുകളാണ് വരാൻ പോകുന്നത്. സോ എല്ലാവരുടെയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ വേണം. കൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും കൂടെ വേണം. കാരണം അത്രമാത്രം റിസ്ക് ഉള്ള വീഡിയോസുകളാണ് ഇനി വരാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. സോ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എക്സ്പ്ലനേഷൻ എന്നതുപരി ഇതാണ് ഞാൻ പറഞ്ഞത്, നജീബിന് എന്താണ് സംഭവിച്ചത് എന്നതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അതിനു മുമ്പേ ഞാനാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വന്നിട്ട് നിങ്ങൾ വീഡിയോ വന്നിട്ട് ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ, ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഏകദേശം ഒരു 90% ആൾക്കാരും വന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. എന്നാൽ പിന്നെ വീഡിയോ കാണുന്നതിനകത്ത് ഒരു 70% ഓഡിയൻസും വന്നിട്ട് വീഡിയോ സൂപ്പറാണ്, വേറെ ലെവലാണെന്നൊക്കെ പറയുന്നതുകൊണ്ട്. എന്നാൽ പിന്നെ ലൈക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ വന്നിട്ട് സജഷൻ വഴി വന്നിട്ട് കുറേ പേരിലേക്ക് എത്തത്തുള്ളൂ. ഇത് യൂട്യൂബിൻ്റെ വന്നിട്ട് ഒരു അൽഗോരിതം സെറ്റപ്പാണ്. ഇത് വന്നിട്ട് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കാണ്. ആ ലൈക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റീച്ച് ആവും. സോ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ നല്ല രീതിയിൽ ബൂം ആയിട്ടുണ്ട്, നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. ആ ഏകദേശം 2 ലക്ഷത്തി സംതിങ്, ഇപ്പോൾ 3 ലക്ഷത്തി അങ്ങോട്ട് എത്താറായി. സോ ആ ഒരു വീഡിയോ അത്രയും കയറാൻ കാരണം നിങ്ങൾ ചെയ്ത ലൈക്കാണ് ഏറ്റവും മസ്റ്റ് യൂട്യൂബിൽ. സോ ഇപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ല. കാരണം ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ്. പക്ഷേ കിട്ടുന്ന ഗോസ്റ്റ് വീഡിയോകളൊക്കെ അതിനകത്ത് എടുക്കുന്ന അത്രയും എഫോർട്ട് വീഡിയോയിലൊക്കെ വന്നിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നാൽ ലൈക്ക് ചെയ്താൽ മാത്രമേ കുറേ പേർക്ക് വീഡിയോ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബ്ലഡി സ്വീറ്റ് എപ്പിസോഡ് 1, 2, 3, 4 ഈ 3 എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, ആ ഒരു സീരീസിന് നിങ്ങൾ തന്ന സപ്പോർട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 എപ്പിസോഡിന് കിട്ടിയതിനേക്കാൾ സപ്പോർട്ട് വന്നിട്ട് ലാസ്റ്റ് പാർട്ടിന് കിട്ടിയായിരുന്നു. അത് ഹ്യൂജ് റെസ്പോൺസ് തന്നെ ആയിരുന്നു. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ കാര്യത്തിലോട്ട് വരാം. നിങ്ങൾക്കറിയാത്ത വേറൊരു കാര്യം പറയാം. നിങ്ങൾക്കറിയാത്തതിൽ നിന്നുപരി ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവർക്ക് അറിയാത്തൊരു കാര്യമാണ്. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ വന്നിട്ട് ഓരോ അപ്ഡേറ്റുകളും വന്നിട്ട് യൂട്യൂബിൽ ഇടുന്ന, അതായത് യൂട്യൂബിലെ വീഡിയോയെ കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകളും ഫസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. സോ ഇൻസ്റ്റാഗ്രാം എന്നെ ഫോളോ ചെയ്യാത്തവർ ഉടനെ എന്നെ ഫോളോ ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിരിക്കാം.
നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം വന്നിട്ട് വയലേഷൻ എന്ന പേരിൽ വന്നിട്ട് കുറേ രീതിയിൽ വന്നിട്ട് നമുക്കൊരു 1, 2, 3 പാർട്സ് നമ്മൾ വന്നിട്ട് ട്രിം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇതിലും വലിയ വലിയ വയലേഷൻ ചെയ്യുന്ന വീഡിയോസും ഒക്കെ യൂട്യൂബിലുണ്ട്. ബട്ട് നമുക്ക് മാത്രം എങ്ങനെ പണി തേടി നമ്മുടെ അടുത്തോട്ട് വരുന്നെന്ന് യാതൊരു പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 1, 2 വീഡിയോകൾ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. സോ ഇതാണ് സംഭവം. അന്ന് ആ വീഡിയോ സംഭവിച്ചത് ക്ലൈമാക്സിൽ വന്നിട്ട് ഞാനാണെങ്കിൽ നജീബിനെ വന്നിട്ട് ഓക്കെ, ഞാൻ പറയുന്നതിനേക്കാൾ മുന്നേ നജീബ് വന്നിട്ട് നജീബിന് എന്താണ് സംഭവിച്ചതെന്ന് പറയട്ടെ, അതിനുശേഷം ഞാൻ സംസാരിക്കാം. ഞാനാണ് നജീബാണ്. അപ്പോൾ പറയാമെന്ന് വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചായിരുന്നു, കമൻറ്റ് സെക്ഷനിലായാലും അങ്ങനെ പ്രൈവറ്റായിട്ട് മെസ്സേജ് എല്ലാവരും ചോദിച്ചായിരുന്നു, നജീബ് ബ്രോക്ക് എന്താണ് പറ്റിയത് അവസാനമായപ്പോഴത്തേക്കും, എന്താണ് പറ്റിയത്, എന്താണ് സംഭവിച്ചത്, എന്താണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പം അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. വീഡിയോയിൽ ഞങ്ങൾ അവസാനം ആ വീഡിയോ കഴിയാനായപ്പോഴത്തേക്കും, ആ സമയത്തായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് നല്ല രീതിക്ക്, നിങ്ങൾ വീഡിയോയിൽ ഫുള്ള് കണ്ടിട്ടുണ്ടാകും, നല്ല രീതിക്ക് ഞങ്ങൾ ശരിക്കും പേടിച്ചിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേടിച്ച് ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അപ്പോഴാണ് സൂര്യ ബ്രോ ഒരു കാര്യം, ഞങ്ങളുടെ ബാഗ് എടുത്തിട്ടുണ്ടായില്ല, അത് അകത്ത് വെച്ചേക്കായിരുന്നു. ഞങ്ങളുടെ ബാഗ് എടുക്കാൻ വേണ്ടി സൂര്യ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അവിടെ നിന്നാൽ മതി, സൂര്യ ബ്രോ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് സൂര്യ ബ്രോ പോയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുറത്തോട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു മതിൽ വരെ ഉണ്ട്, അപ്പോൾ അതിൽ ചാടി വേണം അപ്പുറത്തോട്ട് കിടക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് ചാടി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന സമയത്ത് തന്നെ എൻ്റെ കാലിൽ കൂടി എന്തോന്ന് ഇഴഞ്ഞ് കയറണം അതിന് എനിക്ക് തോന്നിയത്, എന്തോ ഒരു ഫീലിംഗ് എനിക്ക് വന്നത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എന്ത് എന്താന്ന് നോക്കാൻ വേണ്ടി ബേക്കിലൂടെ ചാടി മാറിയത്. ചാടി മാറിയപ്പോഴത്തേക്കും എൻ്റെ തലക്കിട്ട് എന്തോ വന്ന് അടിച്ച്, എന്താണെന്നറിയില്ല, എന്തോ ഒരു സംഭവം ചില്ല് പോലത്തെ എന്തോ ഒരു സംഭവം വന്ന് അടിച്ച അടിയിൽ ഞാൻ വീണ് പോയി. അപ്പോൾ അപ്പോഴത്തേക്ക് ആ ശബ്ദം കയറിയിട്ട് സൂര്യ ബ്രോയും വന്ന്, ഞാൻ എടുത്ത് വീണപ്പോൾ സൂര്യ ബ്രോ ഓടി വന്നു. സൂര്യ ബ്രോ വന്ന് എന്നെ പൊക്കിയെടുത്ത് എന്നെ കൊണ്ട് സൂര്യ ബ്രോ താങ്ങി പിടിച്ച് പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ശരിക്കും ഞാൻ തളർന്നിങ്ങോട്ട് പോയി. സൂര്യ ബ്രോക്കും പിടിക്കാൻ പറ്റിയില്ല, ഞാൻ തളർന്ന് നിലത്തോട്ട് വീണ്. പിന്നെ രാത്രി മൊത്തം എന്നെ കൊണ്ട് സൂര്യ ബ്രോ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് എന്നെയും പൊക്കി എടുത്തുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു പാവേ. അവസാനം പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് ഒരുപാട് പോകണം ഹോസ്പിറ്റലിലോട്ട്. ഇത്രയും ദൂരം എന്നെയും കൊണ്ട് പൊക്കിയെടുത്ത് സൂര്യ ബ്രോ എന്നെയും കൊണ്ട് ഒരുപാട് താങ്ങി പിടിച്ച് അവിടെയൊക്കെ അലഞ്ഞ് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് അവിടെ ഒരു കുറേ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ കയറി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം റെഡിയാക്കി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ കെട്ടൊക്കെ മാറി, പക്ഷേ എൻ്റെ തലയ്ക്ക് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് വേദനയുണ്ട്. ഇടയ്ക്കൊക്കെ ഭയങ്കര വേദനയാണ്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലായാലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു, ബ്രോ സേഫായിട്ട് പോകണം, നിങ്ങൾക്ക് എന്താ പറ്റിയത്, ഞങ്ങൾക്ക് എന്താ അറിയാണ്ടൊരു ഇതില്ല, സമാധാനമില്ല, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. സൂര്യബ്രോയുടെ അടുത്തും ചോദിച്ചായിരുന്നു. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേരുണ്ട് മനസ്സിലായി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്താ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ സേഫാണ് ഞങ്ങൾ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നമ്മളുടെ സൂര്യപ്രഭനെ വിട്ടുപോയൊന്നുമില്ല കേട്ടോ. സൂര്യപ്രഭയുടെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ സൂര്യപ്രഭയുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ സൂര്യപ്രഭ നിങ്ങളുടെ ഷെയർ ചെയ്യും. അപ്പം ഓക്കെ, ബൈ. സോ ഇതാണ് സംഭവം. അന്നാണെങ്കിൽ ഞാൻ നജീബിനെ ഒരിടത്ത് നിർത്തിയിട്ടാണ് പോയത്. പക്ഷെ അവൻ പറയുന്നത് അവൻ്റെ കാലിൽ കൂടെ എന്തോ ഒന്ന് എഴയുന്നതായിട്ട് ഫീൽ ചെയ്തു. അപ്പം പെട്ടെന്ന് ആ ഇരുട്ടത്ത് എന്തോ എഴയുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഇവൻ പെട്ടെന്ന് ബാക്കിലോട്ടങ്ങ് ചാടി. ഈ ചാടിയ കൂട്ടത്തിലാണ് ഇവൻ്റെ തലയ്ക്ക് വന്ന സംഭവം അടിച്ചത്. എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇവൻ ചാടി ഇല്ലായിരുന്നെങ്കിൽ
ഇവൻ്റെ തലയ്ക്ക് വന്നത് അടിക്കുമായിരുന്നോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. തലയ്ക്ക് വന്ന് അടിച്ചു എന്ന് പറഞ്ഞത് ഒരു കുപ്പി, ഒരു ബോട്ടിലാണ്, ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് അവൻ തലയ്ക്ക് അടിച്ചേക്കുന്നത്. സപ്പോസ് ഈ ബാക്കിലോട്ട് ചാടി ഇല്ലായിരുന്നെങ്കിൽ ഇത് വന്ന് തലയ്ക്ക് അടിക്കുമ്പോൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം പിന്നെ ഇത് ഉന്നം തെറ്റി ആരെ എറിഞ്ഞാണോ, എന്തെറിഞ്ഞ് ആരെറിഞ്ഞ് ഒന്നും ഒരു പിടുത്തവും ഇല്ല. അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്നെ വന്നിട്ട് ഇപ്പം നജീബ് ആയാലും ഇല്ല വേറെ ആരാണെങ്കിലും എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ വന്നിട്ട് എന്നെ അവർക്ക് വന്നിട്ട് മുൻപരിചയങ്ങളൊന്നും ഇല്ല. സോ എന്നെ വിശ്വസിച്ച് വിടുന്നതിനേക്കാൾ ഉപരി എന്താ പറയുക, പോയിട്ട് വരുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുടെ അമ്മമാർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വന്ന് വിടുന്നത്. അങ്ങനെ വിടുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ വെച്ച ഒരു സംഭവം, ഒരു ഇൻസൈഡർ നടക്കാന്ന് വെച്ചോ, ഇതുകൊണ്ടൊരു ഇൻസൈഡർ നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരോട് റെസ്പോൺസിബിലിറ്റി പറയും? നമ്മൾ വന്നിട്ട് ആ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ആരോട് എന്ത് പറയും? അവരുടെ വീട്ടുകാർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സമയത്ത് എൻ്റെ മൈൻഡ് വന്നിട്ട് കംപ്ലീറ്റ് ഡാമേജ് ആയി. ഡാമേജ് മീൻസ് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴത്തെ മൈൻഡ് സെറ്റിൽ വന്നിട്ട് എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും വന്നിട്ട് സേഫ് ആക്കി ഒരു സ്ഥലത്ത് വന്നിട്ട് സേഫ് ആക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമുള്ളായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വന്നിട്ട് എൻ്റെ മൈൻഡിൽ കിടന്ന് അലട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ വീട്ടിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, വീട്ടിൽ എന്ത് പറയാൻ പറ്റും, ഞാൻ എന്ത് പറയും വീട്ടിൽ എന്നുള്ള ഒരു ഇതായിരുന്നു എനിക്ക്. കൂടാതെ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ഹോസ്പിറ്റൽ സംഭവങ്ങളൊന്നും അധികം ഇല്ല. സോ അവിടെ ഒരു വീട്ടിലാണ് അവർ വന്നിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കൂട്ടത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അതിന് ശേഷം നജീബ് വന്നിട്ട് അതും ഒരാൾക്ക് പോലും നിൽക്കാൻ അല്ലെങ്കിൽ ഒരു കിടക്കാനുള്ള സ്പേസ് പോലും ഇല്ല അകത്ത്. സോ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നജീബിനെ അവിടെ കിടത്തിയതിനു ശേഷം അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നജീബ് ഉറങ്ങുമായിരുന്നു രാത്രി ഫുള്ള്. സോ എനിക്ക് അവിടെ ആണെങ്കിൽ കിടക്കാൻ പോലും സ്പേസ് ഇല്ലായിരുന്നു. ആ സമയത്ത് വന്നിട്ട് ഞാൻ പുറത്ത് കിടക്കുമായിരുന്നു. ആ പുറത്ത് കിടന്നുകൊണ്ടിരുന്ന സമയത്താണ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് നജീബ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എടുത്ത ഫോട്ടോയാണ് ഞാൻ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിരുന്നത്. സോ ഇതൊക്കെയാണ് സംഭവം. അതിനുശേഷം വന്നിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടു. അതിനുശേഷം നടന്ന കാര്യങ്ങൾ, ഐ മീൻ ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല വീട്ടിൽ. സോ അത് വിട്ടേക്ക്. അത് വന്നിട്ട് പേഴ്സണലായിട്ട് അവരുടെ വീട്ടുകാരുടെ പേഴ്സണൽ ആയതുകൊണ്ട് അത് പറയുന്നില്ല. സോ ഇതാണ് സംഭവിച്ചത്. അതിനുശേഷം വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഓരോ തവണയും വന്ന് നജീബിനെ വിളിക്കുമായിരുന്നു. ഓക്കെ ആണോ, ഇപ്പം എങ്ങനെയുണ്ട്? കാരണം അവൻ ഇപ്പോഴും വന്നിട്ട് കുനിയുമ്പോൾ അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവൻ വന്നിട്ട് ബാക്ക് വശത്തൊന്ന് പെയിൻ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സോ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുടെ കൂടി തന്നെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരട്ടെ. കംപ്ലീറ്റ് റിക്കവറായി, ഏകദേശം 90% റിക്കവറായി. ബട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കാണുമല്ലോ. സോ അതാണ് ഇപ്പോൾ നജീബിനുള്ളത്. ഇതാണ് അവിടെ നടന്ന സംഭവം. ഇനി പിന്നെ വന്നിട്ട് ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ നിർത്താം. മെയിനായിട്ട് എല്ലാവരും ചോദിച്ചത് നജീബിന് എന്ത് സംഭവിച്ചു, നജീബ് ഓക്കെ ആണോ എന്നുള്ളതായിരുന്നു എല്ലാവരും മെയിനായിട്ട് ചോദിച്ച കാര്യം. സോ അതിന് വന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതായത് ഈ ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഗോസ്റ്റ് വീഡിയോസ്, ഇത് വന്നിട്ട് പ്യുവർലി എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഓൺലി. ഇതിനപ്പുറത്തോട്ട് യാതൊരു വിധത്തിലും ഒരു കൊണയും അല്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോസുകൾ വന്നിട്ട് ഒരു പ്രേതം ഉണ്ടെന്ന് ഞാൻ തെളിയിക്കാൻ ട്രൈ ചെയ്യുവല്ല. അതേപോലെ പ്രേതം ഇല്ലെന്നും ഞാൻ വരുത്തി തീർക്കാൻ നോക്കുകയല്ല. ഇത് വന്നിട്ട് കംപ്ലീറ്റ്ലി പ്യുവർലി ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. നിങ്ങൾ വന്നിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ പോയി ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ വന്നിട്ട് ഹൊറർ ഫിലിം കാണുന്നത് എങ്ങനെയാണോ സെയിം കോൺസെപ്റ്റ്, അത്രയേ ഉള്ളൂ. അതിലുപരി വന്നിട്ട് ഇയോടെ അത് എന്ത് പറയാമോ, ഓരോരുത്തരൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് വെറും പുച്ഛം മാത്രമേ തോന്നാറുള്ളൂ. കാരണം നമ്മൾ വന്നിട്ട് ഞാൻ എത്രയോ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ സംഭവം വന്നിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. ജസ്റ്റ് വന്നിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു ത്രില്ലിങ്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഒരു ത്രില്ലിങ്, ഒരു ഹൊററായിട്ടുള്ള ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ടോ എങ്കിൽ ഞാൻ വിജയിച്ചു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇവിടെ വന്നിട്ട് വേറൊരു സംഭവമില്ല. എനിക്ക് വന്നിട്ട് എല്ലാ വീഡിയോയിലും വന്നിരുന്നിട്ട് ഞാൻ ഈ പറയുന്നത് ഹേറ്റേഴ്സിനോട്, നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് വന്നിട്ട് എല്ലാ വീഡിയോസിലും വന്നിരുന്നിട്ട്
ഇത് എന്റർടൈൻമെന്റ്, ഇത് വന്നിട്ട് പ്യുവർ എന്റർടൈൻമെന്റ്, ഇത് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് മൂവി കാണുന്നത് കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല, അതല്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഫസ്റ്റ് എല്ലാ വീഡിയോയിലും പറയേണ്ട ആവശ്യം എനിക്കില്ല. ഫസ്റ്റ് ഞാൻ ഒന്നെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഫുള്ള് കാണുന്നവരായിരിക്കണം. അതില്ല, ഗോസ്റ്റ് വീഡിയോ ഇടുന്നത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കാണും. അത് ഫുള്ള് കാണത്തുമില്ല. സ്കിപ്പ് ചെയ്ത് എവിടെ കുറ്റം കണ്ടുപിടിക്കാം, എവിടെ എന്തുണ്ട്, എവിടെ ഇവൻ്റെ ഷഡ്ഡി കാണുന്നു, എവിടെ ഇവൻ്റെ കാലടി കാണുന്നുണ്ട്, ഇത് മൊത്തം ഇങ്ങനെ നോക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സംഭവം. വല്ലോൻ്റെയും കാലിനടയ്ക്ക് നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാലിനടയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതം ഫസ്റ്റ് നോക്കുക എന്നത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വേണേ എടുക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ല. അത്ര ആണെങ്കിൽ ഒരാള് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനി പോകുമ്പോഴത്തേക്ക് ഒരു പട്ടിയെ കൂടി കൊണ്ടുപോകണം, പട്ടിയെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം അറിയാൻ പറ്റും ഇതിന്റെ സത്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സത്യങ്ങൾ അറിയാൻ പറ്റും, ഗോസ്റ്റിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പെട്ടെന്ന് അത് മണത്ത് കണ്ടുപിടിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞായിരുന്നു. ആക്ച്വലി വന്നിട്ട് സംഭവം ശരിയാണ്. പട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണെന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ വന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചാന്നറിയില്ല, നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പട്ടി ഉണ്ടായിരുന്നു. എന്നാൽ ആ പട്ടി വലിയ ധൈര്യത്തിൽ ഫ്രണ്ടിലോട്ട് പോകും, നമ്മളെക്കാട്ടിൽ ഫ്രണ്ടിലോട്ട് പോകും. പോയി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവം നടക്കുന്നതിന് ഒരു സെക്കൻഡ് 2 സെക്കൻഡ് മുന്നേ അത് വലിച്ചു വെച്ച് ഓടും. എന്നാൽ സൗണ്ട് കേട്ട ഉടനെ നജീബ് ഓടുമല്ലോ, ഈ നജീബ് ഈ പട്ടിയേക്കാൾ ഓവർടേക്കാണ് ഓടുന്നത്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ വീഡിയോയിൽ. ബട്ട് അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് വന്നിട്ട് ഒരു ലിമിറ്റിന് മേലെ പുഷ് ചെയ്ത് വന്നിട്ട് കാണിക്കാൻ പറ്റുന്നും ഇല്ല. യൂട്യൂബ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, അത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു 1008 കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത്. സോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക മസ്റ്റായിട്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ വീഡിയോ എന്നേ എടുക്കേണ്ട വീഡിയോ ആണെന്നറിയോ, പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും മറന്നുപോയി. ഇപ്പം ഈ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വന്നിട്ട് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ, വിചാരിക്കുന്ന പോലെ തന്നെ, പിന്നെ നമ്മുടെ കുറേ അധികം ഗാഡ്ജറ്റ്സ് മേടിക്കണം, നൈറ്റ് വിഷൻ ക്യാമറ, അതുകൊണ്ട് തന്നെ വേറെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മേടിക്കണം എന്ന് പറയുന്ന കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് മേടിക്കണമെന്ന് ഞാൻ വർഷങ്ങളോളം കാത്തിരിക്കുക. വേറെ കാര്യം പറയാൻ വിട്ടു, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മെയിൻ പ്രോബ്ലം മൈക്കായിരുന്നു. മൈക്ക്, ആ നായിൻ്റെ മോൻ്റെ മൈക്ക്, ഗ്രനോറോ എന്ന് പറയുന്ന ഒരു ാണ് ആ മൈക്ക്. ദൈവത്തെ കുറിച്ച് പറയാം, ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടേക്കാം ആ മൈക്കിന്റെ. ഈ മൈക്ക് ഒരു കാരണവശാലും ആരും മേടിച്ച് പോയേക്കരുത്. ആവശ്യമുള്ളവർ ഈ മൈക്ക് തൊട്ടുപോലും പോയേക്കരുത്. ഊത്ത സാധനം, വെറും ഊത്ത സാധനം. എൻ്റെ വായിൽ വേറെ പല വാക്കുകളും വരുന്നുണ്ട്, ഇവിടെ ഉപയോഗിക്കാത്തയാ. വെറും ഊത്ത മൈക്കാണ് വരുന്നത്. ദൈവത്തോട് ആരും മേടിക്കരുത്. എൻ്റെ പൈസ പോയതല്ലാതെ കൂടാതെ എൻ്റെ വീഡിയോ ആ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് സൗണ്ട് ഇതായി പോകാൻ കാരണം ആ ഒറ്റ മൈക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത്, സെപ്പറേറ്റ് സൗണ്ട് റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഗൈസ്. സോ ഓക്കെ, എന്തായാലും നമ്മൾ വന്നിട്ട് നെക്സ്റ്റ് വീഡിയോകളിൽ വന്നിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അപ്ഡേറ്റുകൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലും നമ്മുടെ ഇരിക്കുന്ന പ്രോഡക്റ്റുകളിലും വന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിന്യൂസ് എനിക്ക് വേണം. അപ്പം തന്നെ വേർത്തൊഴിച്ച് സപ്പോർട്ട് എനിക്ക് വേണം. ഇതോടുകൂടി ഞാൻ പറഞ്ഞ വീഡിയോ നിർത്തുകയാണ്. ഇത് പ്രസംഗത്തിൽ സംസാരിക്കുന്ന പോലെയുണ്ട്. ഓക്കെ, കാണാം.